സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഒരു പക്ഷി അതിൻ്റെ ആയുഷ്കാലം മുഴുവൻ പറന്നാലും തണല് തീരാത്തൊരു മരമുണ്ട്. ഏഴാം കടലിനപ്പുറത്ത് പരമസീമയിലെ സിതറാവൃക്ഷം. അതിന് തൊട്ടടുത്താണ് സ്വർഗം. സുപ്രഭാത്. What a pleasant morning. ജമൈക്ക, ഇവിടെ കാൽപ്പം ട്രൈബോൾ എഴുതേക്കണ ഡ്രസ് കാണുന്നില്ലടാ. Here we go. United States of LP. Hear me out now. എനിക്ക് ഉറപ്പാ ഇതാ ഗാർഡ്സിനുടെ പണിയാ. എങ്ങനെ ചെയ്യോ? ഇനി ലാറ്റോസിക്ക് അറിയാൻ ഒരു പണിയൊന്നും അന്ന് പറഞ്ഞാ. കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കീറാവറാ. കാലത്തോണരുന്നോർക്കെല്ലാം കാലികാലം നേരുന്നേ. കണി കാണും നേരം എന്റെ വിധിയാരോ കീറുന്നേ. തലവേദന കയറുന്നേ, ഒരു വേലയിലോടുന്നേ. കാലക്കേടിൻ ചൂടയിലെന്ന് കൂളിച്ചീതാ കയറുന്നേ. കണി കാണും നേരം എന്റെ വിധിയാരോ കീറുന്നേ. തലവേദന കയറുന്നേ, ഒരു വേലയിലോടുന്നേ. കാലക്കേടിൻ ചൂടയിലെന്ന് കൂളിച്ചീതാ കയറുന്നേ. ഇറങ്ങി പാലമിറങ്ങി ഇറങ്ങി പോകണ ആലപ്പുഴയുടെ തീരത്ത് ചിരിഞ്ഞിറങ്ങി ചേരിറങ്ങി പോലിറങ്ങി പോകണ ഗ്രേഹപ്പുഴയുടെ തീരത്ത്. കാലത്തുണരുന്നോർക്കെല്ലാം കാലികാലം നേരുന്നേ. കണി കാണും നേരം എന്റെ വിധിയാരോ കീറുന്നേ. തലവേദന കയറുന്നേ, ഒരു വേലയിലോടുന്നേ. കാലക്കേടിൻ ചൂടയിലെന്ന് കൂളിച്ചീതാ കയറുന്നേ. കൂടെ കൊണ്ടുവരാൻ പറയായിരുന്നല്ലേ. നീ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? അവിടെ സായിപ്പ് കയറ് പൊട്ടിക്കുന്ന ഡാഡിക്കെന്ത് പറ്റി? ആരാണ്ട് അന്നലെ കഫേന്റെ കേറ്റ് മുട്ടാതെ പോയത്. നിങ്ങൾ രാത്രി കിടക്കുന്നു പറഞ്ഞിട്ടല്ലേ താക്കോല് തന്നിട്ട് പോയത് സായിപ്പ്. ദേ ഇപ്പൊ സായിപ്പിന്റെ ബൈക്ക് കാണാനില്ല. ബൈക്ക് കാണാനില്ലെന്നാ? ആ നീ ഇന്നലെ പൂട്ടിയില്ല, ഞാൻ കണ്ടതാ. എടാ കാൽപ്പോ, വണ്ടി ഇല്ലാതെ ഒരെണ്ണം കഫേലേക്ക് വന്നു പോകരുത്. എന്റെ ഏതർമോളുടെ ഓർമ്മയത്. നമ്മുടെ കബീർ ഖായപ്പ അവിടെ കാണാം. ആര്? മണ്ണെണ്ണ കബീറാ? കാൽപ്പോ കബീർക്ക മോഷിച്ചിട്ടുണ്ട്. അതൊരു പഴയ ദുസ്വപ്നം പോലെ മറന്നു കളഞ്ഞോണ്ടിരിക്കുക കബീർക്ക. അറിയോ, കഴിഞ്ഞ ആഴ്ച അജ്മീറിൽ പോയ എന്നോടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. അതും ദീനിയായ ഒരു പണ്ഡിതനോട്. ആ സായപ്പിന്റെ വീട്ടിൽ കയറി ബൈക്ക് മോട്ടിക്കാൻ മാത്രം ഞാൻ അത്ര മനസാക്ഷി ഇല്ലാത്തതാണോ കാൽപ്പോ? കബീർക്ക എന്റെ പൊന്നിക്ക ഇമോഷണൽ ആവല്ലേ. നിങ്ങൾ എന്നാ ഉദ്ദേശിച്ചാലും വേണ്ട, ഇനി കബീർക്കാന്ന് വിളിക്കണ്ട.
കള്ളം കബീർ നമുക്ക് തകർച്ച എന്റെ വാപ്പിച്ചാണ് എന്റെ ഉടുമുക്കിപ്പാലത്തിന്റെ മുമ്പിലുള്ള ഉടുപ്പില്ല കോയക്കോടെ കടയുടെ പുറകിൽ ആട്ടുമുറയിൽ കച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വൈകുന്നേരം 4 മണിക്ക് മുമ്പ് എടുത്തേക്കണം. അല്ലെ ആ കോയമ്പത്തൂരുള്ള ഫ്രോഡ് പിള്ളേരൊന്ന് താളം കൊണ്ടുപോകും. പിന്നെ എന്നോട് ചോദിച്ചാ താളം കിട്ടിയാലാ. Prisama? Hi. മാമ, ഇന്നലെ അപ്പളേക്കോ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയതാ. ഇനി അതിന്റെ പേരിൽ ആ പാവത്തിന്റെ തല തല്ലി പൊളിക്കില്ലേ എന്ന് നിങ്ങളുടെ കെട്ടിയോനോടൊന്ന് പറഞ്ഞേക്കണേ. നിനക്ക് ബൈക്ക് എവിടെ നിന്ന് കിട്ടി? അതൊന്നും ഡാഡ അറിയണ്ട. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രണയത്തിന്റെ ദൂതനായ ഒരു കുഞ്ഞിന് ലിഫ്റ്റ് പോലും കൊടുക്കാത്ത 1975 മോഡൽ ആടി 350 ബൈക്കിന് ഒരുത്തനം കൊണ്ടോ ഞാൻ സമ്മതിക്കില്ല. എടാ, മമ്മയുടെ ഓർമ്മ ദിവസമായിട്ടെങ്കിലും നിനക്കൊന്ന് നേരത്തെ പള്ളിയിൽ വന്നൂടെ? മമ്മയോട് സംസാരിക്കാൻ എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല ഡാഡാ. Head massage. Hey John, I do men also. You want that? Huh? Get down. Unload the stuff. സെലി, എന്തൊരു അനുസരണ. ചാവേ, ഇതൊക്കെ ഇറക്കി വെക്കടാ. ജോയിന്റ് അടിക്കാനല്ലേ? തരത്തില്ല. My Bonnie lies over the ocean. My Bonnie lies over the sea. Hi, darling. Where were you, dear? Bring back, oh, bring back, oh, bring back my Bonnie to me. Asura, darling. സായിബേ, എന്തോ? ഇടിയപ്പ ചെമ്പില് പിസ പുഴുകുന്ന പരിപാടിയെ അധിക കാലം ഓടൂലട്ടാ. വേണ്ട, നമ്മൾ അടുത്ത സീസണിൽ ഇലക്ട്രിക് ഓവൻ വാങ്ങുകയല്ലേ. My promise. This is authentic handmade Italian pizza, and that we made in an expensive steam engine. Steam engine? Steam patram. Idiyappam vessel. ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് അടച്ചോ? Yes. അടച്ചോ? അടയ്ക്കും, നാളെ അടയ്ക്കും. Tomorrow, confirm. Okay? അവര് വന്ന് പീസ് ഊരിയ എന്നും കാൻഡിലായിട്ട് ഡിന്നർ. Singing ya ya yippee yippee ya. അപ്പോ my darling, എന്താണ് കാൽപ്പോ നിന്റെ ഭാവി പരിപാടികൾ? അവന്മാരിപ്പം വരും, കായക്കറക്കണം. അതാണോ നിന്റെ ഭാവി പരിപാടി? എടാ റാസ്കോലി, അവന്മാരെയും കൂട്ടി ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിലിരുന്ന് ലൈഫ് കളയാനാണോ നിന്റെ പ്ലാൻ? എന്നാലേ സിസിലി ആന്റിയുടെ ഒരു വിസ അയച്ചു തരാൻ പറ. ഇവിടെ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടൊക്കെ സോൾവ് ചെയ്യാൻ ട്രീസ് എങ്കിലും ഉണ്ട്. അവിടെ ആരുണ്ടടാ? സിസിലി നിനക്കൊരു വിസ അയച്ചെന്ന് നീ അങ്ങോട്ട് ചെന്നാൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്ത് അവളെ ഇങ്ങോട്ട് അയക്കും. ഇന്ന ഡാഡ നോക്കിക്കോ. ഈ സീസണില് ഒരു ഇറ്റാലിയൻ ചിക്കനെ സെറ്റാക്കി ഇറ്റാലിയൻ പാസ്പോർട്ട് അടിച്ച് ഞങ്ങൾ ഫുൾ ഗ്യാങ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിലേ എന്റെ പേര് ഡാഡാ ഈ പപ്പൂനിട്ട. ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ചരക്ക് മതാമമാരി നിൽക്കുന്ന നീ വേണ്ട ഇപ്പൊ എന്നാ കൈയോടെ പൊക്ക, അല്ലെങ്കിൽ അവളുമാരെ ഗിരിപ്പിള്ളേര് കൊണ്ടുപോവേ. ചെല്ലിയല്ലേ ഒന്ന് വാണ കാൽപ്പോ. See you, Junkie Dada. കാൽപ്പോ இந்த உலகமே சொத்தும் வெற்றி பறவைய பார்க்கும் என் உயிரில் ரேக்கும் ஹிப்ஹாப்போட சத்தம். இந்த உலகமே சொத்தும் வெற்றி பறவைய பார்க்கும் என் உயிரில் ரேக்கும் ஹிப்ஹாப்போட சத்தம். Watch and learn, boys. Sorry about that. It's all right. What's your name? Calpo. Leonardo Calpo. And you are? My name is Isabella. Isabella? Yeah? That's a really nice name. Thank you so much. Guess I'll see you around, Isabella. Yeah? See you All later. right. Take care. Bye.
எனக்குள்ள நீ வந்தால போனால கடலாழப்பூ போல உடலாக பூக்கும் அழகே திற போல நீயுள்ளோ പുതിയ സായിപ്പേ കവളത്ത് കാക്കപ്പുള്ളില്ല മദാമയായിട്ടാ മോന്റെ കറക്കം സൂക്ഷിച്ചാലേ സായിപ്പിന് കൊള്ളാം ഇപ്പൊ എല്ലാവുമാർക്കും മദാമ്മമാരെ മതി ഈരാവും നീലാവും പരദേശമേറും പതിയെ ആരാധ്യം തേടി മായി മകളെ കണ്ണാകെ ചേലാണ് നിറമേറ്റു പാടിവാ പിന്നാലെ കാലം നാം മുന്നേ നിങ്ങൾ പൊക്കോ, ഞാൻ വരാം. See that man? That's Frederick. He's the best photographer in Alpi, and he's my dad's best friend. Freddy uncle, one snap, please. Bagger, son of a gun. He's not in a good mood. Let's come back some other time. Okay, Freddy uncle, see you around. എപ്പോ നോക്കിയാലും സ്വിറ്റ്സർലാൻഡുകാർ മദാമ്മയുടെ കൂടെയാണല്ലോ കറക്കം. എന്താ നിന്റെ പ്ലാൻ? പൊന്നിട്ടാടാ, ഞാൻ പറഞ്ഞല്ലേ അവളവിടത്തെ 1 മില്യണയറുടെ മോളാ. ഓൾറെഡി ഏകദേശം സെറ്റാ. ഇനി ഞാൻ അവളെ കെട്ടുന്നു, അങ്ങോട്ടേക്ക് പോകുന്നു, അവളുടെ സ്വത്തൊക്കെ ഒന്ന് കറക്കുന്നു, ഇവിടെ വന്ന് കാറ്റപ്പറയുടെ സകല ലോൺസും ക്ലോസ് ചെയ്യുന്നു, പിന്നെ ആലപ്പിൽ ഒരു പുതിയ ലൈറ്റ് ഹൗസ് പണിയുന്നു. എങ്ങനെയുണ്ട് പ്ലാൻ? പിന്നെ കണ്ട മാതാമ്മമാരുടെ കാശ് കിട്ടിയിട്ട് വേണ്ടേ എനിക്ക് എന്റെ ലോൺ ക്ലോസ് ചെയ്യാൻ. എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടാൻ നോക്ക്. അങ്ങോട്ട് നോക്കട്ടെ, അങ്ങോട്ട് നോക്കട്ടെ. വാ വാ വാ. All good, Calpo. ഡാഡ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എപ്പോ പറഞ്ഞു? കണ്ടില്ലല്ലോ. എന്ത് പറ്റി സായിപ്പേ? ഞാൻ പറഞ്ഞോ? ആലോചിച്ചല്ലേ എന്തായാലും. ശരി, കാണാം. What happened? ഇന്ന് കോടതി പോയില്ലേ? ഇന്ന് സൺഡേ അല്ലേ സായിപ്പേ? ഓ, ഈ ഞായറാഴ്ച സൺഡേ ആണല്ലേ? Oh, hey, Calpo! Come here, come fast. Hey, Alabi bro. Meet Kalre. See my boyfriend, Calpo. Jengi, ഇത് അവളുടെ ഓൾഡ് പാപ്പാനാണെന്ന് തോന്നുന്നു. We're going to marry next month. Marrying? Sorry, this is Calpo. He showed me everything in Alpi. He's one of the best tourist guides here. கொஞ்சம் பார்த்து சொல்லு. நம்மளும் பாண்டிச்சேரியில கெத்து தான். பாண்டிச்சேரி வந்தனா നമ്മളും பார்த்து பண்ணுவோம். കാൽപ്പോ തേഞ്ഞ് തേഞ്ഞൊട്ടി. ഓടാ. റഷ്യ പോയ ഏഷ്യ അത്രേ ഉള്ളൂ. കാൽപ്പോ, നീ പണിയാൻ പോകുന്ന ലൈറ്റ് ഹൗസ് എവിടെയായിട്ട് വരുവാടാ? നമുക്ക് പോർട്ടിന്റെ പെർമിഷൻ എടുക്കേണ്ടതാ. അവർക്ക് കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കണം. ഡാഡാ ഓടാ. കളി തൊട്ടിലാടി കിളി നൊന്തുപാ. എടാ വിരഹം, ഇത് 20ാമത്തെ റിപ്പീറ്റ് ആണ്. പോരാടാ കാൽപ്പോ. റിപ്പീറ്റ്. മനമാകെ നിറഞ്ഞേ രാരീരാരോ. നല്ലൊരു മനുഷ്യനായിരുന്നു. പടച്ചോനെ, ആഗ്രഹത്തില് ബർക്കത്ത് കൊടുക്കണേ. ബറക്കത്താ? ആ, ഇതാരെന്ന് വിചാരിച്ചിട്ടാണ്? സായിപ്പിന്റെ മാമ. ഓ, സായിപ്പിന്റെ മാമ, നാദുലൻ അങ്കിൾ. അപ്പൊ മാമയല്ലേ? പിന്നെ ഈ വാങ്ങിക്കൊണ്ടു പോണ കാശിനൊക്കെ വല്ല കണക്കുണ്ടോ കാൽപ്പോ? എന്റെ പൊന്നു ട്രീസമോ,
ഇസബേലയുടെ കേസിൽ ഞാൻ മുടക്കിയ കാശ് കൊടുക്കാതെ ഡാഡ എന്നെ വീട്ടിൽ കയറ്റില്ല. ഈ കാശ് ഞാൻ തന്നിരിക്കും. കേട്ടിട്ടുണ്ട്. സീസൺ ഒന്ന് തീർന്നോട്ടെ. എന്താന്ന് കാര്യം പറ. കാര്യം പറയാതെ കൊടുക്കത്തില്ല. നീ കാര്യം പറ. എടാ ഇറക്ക എന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത് നീ. എന്താടാ? ആ ട്രൈമോളാ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. വല്ല വള്ളിയായിരിക്കും. എന്ത് ഡീല്? അതൊക്കെ പറയാം. നീ തുണിമോക്കി പറഞ്ഞിട്ട് കൊണ്ടുവാ. വേണ്ട. എന്നാലും ഒരു മാടത്തെ പിടിച്ചു കൊടുത്ത 5000 രൂപയാ. 2 രൂപയുടെ റോബസ്റ്റ് പഴം മേടിച്ചു കൊടുത്തത് തന്നെ ഒന്ന് കൂട്ടിക്ക്. ജങ്കി അത് ഞങ്ങളുടെ ഡീലാ. പിന്നെ ദോ ഇരിക്കുന്നാണ്ടാ, അത് സംസാരിക്കുന്ന ഒറിജിനൽ മാടത്തെയാ. മുല്ലക്കയുള്ള പുതിയ താമസക്കാരെയാ. പിടിച്ചു കൊടുത്ത കാശ് തരാന്നാ അവിടുത്തെ ഇത്ത ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാണ് കിട്ടും. എന്നാലും ഈ പക്ഷിപ്പിടുത്തം എന്നൊക്കെ പറഞ്ഞ നമ്മളെ പോലത്തെ ജംഗികൾക്ക് പറ്റിയ പണിയാണോടാ? 4-5 വർഷമായിട്ട് വളർത്തണ മാടത്തെയാ. പുതിയ സ്ഥലമായതുകൊണ്ട് കേറാത്ത. അല്ലെങ്കിൽ തന്നെത്താനെ വന്ന് കൂട്ടിലേറിന്റെ സമയം കഴിഞ്ഞു. അയ്യോ ഇത്ത മേടിക്കണ്ടേ, ഇവൻ പക്ഷി പിടിക്കുന്നല്ല സ്പോട്ടാ. ഞാനോ? മോനെ അതിനെ കാക്ക വല്ലതും ചെയ്യും. ഒരു മിനിറ്റ് നീങ്ങ വന്നേ. ഇതാണോ നിന്റെ 10 മിനിറ്റ് പണി? ലിഫ്റ്റ് വെച്ച് 1 മണിക്കൂർ എടുക്കലോടെ ഇതിന്റെ മോളിയെത്താൻ. ഇസബല്ലക്ക് കരിക്ക് വരയ്ക്കാൻ ഇതിലും വലിയ ചില്ലയിലാണല്ലോ മോ വലിഞ്ഞു കയറിയത്. അത് പിന്നെ അതിന് കാശില്ല, ഇതിന് കാശ് കിട്ടും. അതെ ഒരു 2 മിനിറ്റ് എന്ത് നോക്കിക്കോ. കേറടാ ഇനി അതേ പിടിച്ചോ. അല്ല പാമ്പെങ്ങാനും ഉണ്ടാവോ ഇവനെ കൊണ്ട്? ഇവന് വേറെ വല്ല ഉണ്ടോ? സൂക്ഷിച്ച്. പുഴയോളം മുഞ്ച് അഹയാ പുള്ളണ നെഞ്ച് പറയാനിന്നൊരു കഥയുണ്ടിവിടെ പണ്ടൊരു മുഞ്ചത്തി അമ്പിളിപ്പൂവൻ ചേല് വെട്ടി വെളുക്കണ മേല് ചിരിതീരെ ചങ്കു തുളക്കണ ഫാത്തിമ സുഹറാവി പുഴയോളം മുഞ്ച് അഹയാ പുള്ളണ നെഞ്ച് പറയാനിന്നൊരു കഥയുണ്ടിവിടെ പണ്ടൊരു മുഞ്ചത്തി അമ്പിളിപ്പൂവൻ ചേല് വെട്ടി വെളുക്കണ മേല് ചിരിതീരെ ചങ്കു തുളക്കണ ഫാത്തിമ സുഹറാവി. എടോ സൂക്ഷിച്ച് പൊന്നിൽ കുത്തല പിണ്ടരവാണി നെഞ്ചിൽ പൂക്കണ തന്തരവാണി ചന്ദനകണ്ടം നത്തലതാണി കുത്തല ചന്ദനവാണി കുതിരാണി ചിതിരാണി വീരുങ്കണ പിണ്ടിലാണി കുന്തരവാണി ചാരി റൂമൈ അമ്പിളിപ്പൂവൻ ചേല് വെട്ടി വെളുക്കണ മേല് ചിരിതീരെ ചങ്കു തുളക്കണ പട്ടിലി വാസാണ്. Dad, wanna go to bed? I had a drink an hour ago. Baby, you hungry? എടയോ മതാവന്മാരെ വീട്ടിൽ വിളിച്ച് കയറ്റി തുടങ്ങി. ആരടി ഇത്? Don't be scared. It's my dad. നീ പക്ഷി പിടുത്തം തുടങ്ങിയ? എന്റെ പൊന്നിടാടാ ടാർക്കാക്കില്ലേ. ഇതൊരു ഡീലാണ്. നാളെ ഞാൻ ഇതിനെ കച്ചവടമാക്കും. ഇതെന്തുവാടാ തുമ്പി തുമ്പി എന്ന് പറയുന്നേ? ഡാഡി ഒരു കാര്യം ചെയ്യ്, 1-2 തുമ്പികളെ പിടിച്ചോണ്ട് പോവാ. പാവത്തിന് വിശന്നിട്ടല്ലേ. നിനക്ക് നിന്റെ അലവരാതി കൂട്ടുകാർക്കും ചെലവിനരുതും കൂടാതെ ഇനിയിപ്പോ ഈ രാത്രി ഇതിന് തുമ്പിനെ പിടിക്കാനും കൂടെ പോണോ അല്ലടാ? എടാ അത് രാവിലോട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. നീ അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കും. ഒന്നുമില്ല അത് നിന്നെ പോലൊരു മൃഗമല്ലടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നല്ല കുരുമുളകും ചേർത്ത് വറുത്തെടുക്ക. ബിയറും കൂട്ടി അടിക്കാൻ നല്ല രസമായിരിക്കും.
ബിയർ വിത്ത് മൈന ഫ്രൈ. ഫ്രൈയാ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞ എന്താ പകുതി വിലയാ? നിങ്ങളൊന്ന് അടുപ്പിച്ച് പറ. ഡാഡാ ഡാഡാ ഒന്ന് നോക്കിയേ. കാര്യം ഹാൻഡ് ഫീഡിങ് കോടെ ഇവിടെ ഒന്നും കിട്ടത്തില്ലെന്നേ. ഒരു മിനിറ്റ്, ഇപ്പം തിരിച്ചു വിളിക്കാവേ. എന്താടാ? നിങ്ങളാണോ ഈ ആഡ് OLX ഇട്ടത്? അതെ, ഞാനാണ്. അതിനിപ്പോ എന്താ? ഇതെന്റെ മാടത്തെയാ. തന്റെ മാടത്തെയാ? ഇന്നലെ ഓരോന്ന് പറഞ്ഞ് എന്നെ മരത്തിൽ കയറ്റിപ്പിച്ചിട്ട് മറിഞ്ഞ് വെള്ളത്തിൽ വീണപ്പോ നിങ്ങളങ്ങ് മുങ്ങിയതല്ലേ? ഇനി ഒരു 10,000 രൂപ തന്നാലേ സാധനം തരുന്നുള്ളൂ. 5,000 എന്നല്ലേ പറഞ്ഞത്? അത് ഇന്നലെ. ഇത് കണ്ട, ഇതിന് കാശ് ആര് തരും? That's not fair. കാശില്ല അത് പറ. OLXൽ ഓൾറെഡി 5 പേര് ഇൻട്രസ്റ്റഡാ, 3 പേര് ബിഡ് ചെയ്തിട്ടുണ്ട്, 2 പേര് വിളിച്ചിട്ടുണ്ട്. അത് അത്ര പൈസ എന്റെ അടുത്ത് ഇല്ലാത്തോണ്ടാ. പിന്നെ കയ്യിലെത്ര ഉണ്ട്? ഒരു 7,000 തരാം. നഷ്ടമാണ്. എന്നാലും കാശെടു. എന്റെ പേരെന്താ? ഇന്ന് പേര് പറഞ്ഞിട്ട് പോടോ. ആ പേരൊന്ന് പറഞ്ഞിട്ട് പോ. ജങ്കി, ഞങ്ങളുടെ കമ്മീഷൻ വാങ്ങിച്ചോളാം. അവന്റെ ഒരു ട്രൈമോളിക്ക. നിന്റെ റീന നിന്റെ മാടത്താ കേള്, മാടത്താ കേള്. മറ്റേ ചിക്ക് റീന ബേബ്സ് 1 2 3 4 ടിക്കറ്റ് അല്ലേ? ആ തെണ്ടി അവളാർക്ക് ടിക്കറ്റ് ഓഫർ ആയിരിക്കും ഉറപ്പ്. ഹായ് റീന, ന്യൂ ഫ്രണ്ട്. ഞങ്ങൾ എടുത്തോളാം. ടിക്കറ്റ് വേണ്ടേ? വേണ്ടി ടിക്കറ്റ് ചോദിച്ചു വരുമോ അവൻ? അല്ലടാ ശങ്കർ, നമ്മുടെ പൊറോട്ടയും ബീഫും. എന്താടാ, അവൾമാർക്ക് പടം കാണാൻ ടിക്കറ്റ് വേണമായിരിക്കും അല്ലേ? ആണെന്ന് തോന്നുന്നു അവളുമായിരുന്നു ക്യൂലോട്ട് പോണു.